ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. എല്ലാവർക്കും എൻ്റെ ഹാപ്പി ക്രിസ്മസ് ആൻഡ് അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ വിഷസ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു പ്ലം കേക്ക് റെസിപ്പി ആയിട്ടാണ്. ഓവനോ ബീറ്ററോ ഒന്നും ഇല്ലാതെ വെറും ഒരു പ്രഷർ കുക്കറിലാണ് ഈ ഒരു കേക്ക് റെഡിയാക്കുന്നത്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ നമുക്ക് പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാനിലോട്ട് 1/2 ഗ്ലാസ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് പഞ്ചസാര നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് സമയം ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും പഞ്ചസാര മെൽറ്റായിട്ട് വരാൻ തുടങ്ങും. ഇനിയും ഫ്ലെയിം ഒന്നും കൂട്ടി വെക്കാതെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഇതാ പഞ്ചസാര നന്നായിട്ടൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലോട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫസ്റ്റ് ടൈം നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ പഞ്ചസാര ഒന്ന് ഹാർഡായതുപോലെ തോന്നും, പക്ഷെ പിന്നെ അത് നന്നായിട്ട് മെൽറ്റായിട്ട് വന്നോളും. ഇപ്പോൾ കണ്ട നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇപ്പോൾ കണ്ട തണുത്തതിന് ശേഷം പഞ്ചസാര അടിപൊളിയായിട്ട് കാരമലൈസ് ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പഞ്ചസാര പൊടിച്ചെടുക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാറിലോട്ട് 1/2 ഗ്ലാസ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 4 ഗ്രാമ്പും ചെറിയ 4 കഷ്ണം പട്ട ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കേക്കിനുള്ള ബാറ്റർ റെഡിയാക്കാം. അതിനായിട്ട് ഒരു ബൗളിലോട്ട് 1/2 ഗ്ലാസ് തൈര് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/2 ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് 2 ഗ്ലാസ് മൈദ നന്നായിട്ട് 2 തവണ തരിച്ചെടുത്തിട്ടുള്ളതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ ഒരു ഗ്ലാസ്സിലാണ് കേട്ടോ 2 ഗ്ലാസ് മൈദ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഈ ഒരു പഞ്ചസാര തരിച്ചിട്ട് വേണം കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്, ഞാൻ തരിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഇതിലോട്ട് കാരമലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ വനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു പിഞ്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ വനില എസൻസ് ഇല്ലെങ്കിൽ ഏലക്ക ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് ബാറ്റർ ഞാൻ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. ഇതിന് ഒന്നുകൂടി ഒന്ന് ലൂസാക്കി എടുക്കണം. അതിനായിട്ട് ഒരു 1/4 ഗ്ലാസ് തിളപ്പിച്ചാറിയ പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് മാവ് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കണ്ടോ, അത്യാവശ്യം തിക്കായിട്ട് തന്നെ ഇരിക്കണം. മാവ് ഓവർ ലൂസായി പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉണക്കമുന്തിരിയും കാരക്കയും അതുപോലെ അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര വേണമോ അത്രയും ചേർക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തതിനു ശേഷം ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ബാറ്റർ നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഈ പാത്രം ഒന്ന് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മേലേക്ക് കുറച്ച് ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. ഞാൻ ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത് കുക്കറിലാണ്. ഞാനിവിടെ വിറകടുപ്പിലാണ് കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനൊരു 10 മിനിറ്റ് കുക്കർ നന്നായിട്ട് ഫ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലോട്ട് നമ്മുടെ കേക്കിൻ്റെ പാത്രം ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ച് കൊടുക്കാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ മാത്രം തീ കത്തിക്കുക. ഒരു 1 അവർ കേട്ടോ. ഇപ്പം നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് 1 അവറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. നോക്കിയാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് പൊങ്ങി വന്നാണ്ടോ. കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ. ഓവനോ ബീറ്ററോ അതുപോലെ മുട്ടയോ ഒന്നുമില്ലാതെ എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടാണ് ഈ ഒരു കേക്ക് റെഡി ആയിട്ടുള്ളതെന്ന് അറിയാമോ. അപ്പോൾ കേക്കിൻ്റെ ചൂടൊക്കെ അത്യാവശ്യം പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഒന്ന് തട്ടി നോക്കാം. ഒരു 2-3 തട്ട് തട്ടുമ്പോൾ തന്നെ ഇത് പെട്ടെന്ന് ഇതിലേക്ക് അടർന്ന് വീണോളും. നോക്കിയാൽ കണ്ടോ. ഇനി നമുക്കിതിൽ ബട്ടർ പേപ്പറൊക്കെ എടുത്ത് മാറ്റാം. നോക്കിയാൽ നമ്മുടെ കേക്ക് എത്ര സ്പോഞ്ച് ആയിട്ട് ഇരിക്കുന്നതെന്നറിയോ. ക്രിസ്മസ് ആയിട്ട് ഇനി കേക്ക് വാങ്ങാൻ ബേക്കറിയിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കി എടുക്കാവുന്നേ ഉള്ളൂ. ഈ കേക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ എത്രത്തോളം സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നതെന്ന്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കിയാലോ. വീട്ടിൽ ഓവനും ബീറ്ററും ഒന്നും ഇല്ലെന്ന് വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കാണ്ടൊന്നും ഇരിക്കേണ്ട ആവശ്യമില്ല. വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കുക്കറിൽ ഉണ്ടാക്കി എടുക്കാവുന്നേ ഉള്ളൂ. ഒട്ടും കരിഞ്ഞു പോവുകയോ അതുപോലെ പൊട്ടി പോവുകയോ ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് കുക്കറിൽ കേക്ക് ഉണ്ടാക്കി എടുക്കാം. ഈ ഒരു പ്ലം കേക്ക് 2 ദിവസം വെച്ച് കഴിക്കുമ്പോഴാണ് കേട്ടോ റിയൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ സ്പോഞ്ചി പ്ലം കേക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇനിയും ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.